ഏവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഉള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ വഴിക്കടവ് പഞ്ചായത്തിലെ മരുത വെണ്ടേക്കുംപെട്ടി എന്ന ഒരു കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഇന്ന് ഇവിടെ വെണ്ടേക്കുംപെട്ടിയിലെ ജനങ്ങളുടെ ഏറെ കാലത്തെ ചിരകാല സ്വപ്നങ്ങൾക്ക് പൂവണിയുകയാണ്. മരുത വെണ്ടേക്കുംപെട്ടിയിലേക്ക് ഒരു ബസ് സർവീസ് ആരംഭിക്കുകയാണ്. അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മരുത വെണ്ടേക്കുംപെട്ടിയിലേക്ക് പുതിയതായി തുടങ്ങിയ ബസ് സർവീസിന്റെ സമയം വെണ്ടേക്കുംപെട്ടിയിൽ നിന്ന് രാവിലെ 7:50, തുടർന്ന് 11:40, 3:15, 5:10 എന്ന നിലക്കാണ് ഇതിന്റെ സമയം. ഇവിടെ വെണ്ടേക്കുംപെട്ടിയിൽ നിന്നും എടക്കരയിലേക്ക് എടക്കരയിൽ നിന്നും ഇതിന്റെ സർവീസ് 10:50, 1:40, 4:10, 6:55 എന്ന രീതിയിൽ ദിവസവും 4 ട്രിപ്പുകളാണ് എടക്കരയിൽ നിന്നും വെണ്ടേക്കുംപെട്ടിയിലേക്ക് ഇതിന്റെ ട്രിപ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ റൂട്ട് വെണ്ടേക്കുംപെട്ടിയിൽ നിന്നും എടക്കരയിലേക്കുള്ള റൂട്ട് ഇങ്ങനെയാണ്. മഞ്ചക്കുട്, മരുത ചക്കപ്പാടം, സ്കൂളിൽ നിന്ന് കരിയന്തോട്, മേക്കുരവ, നാരോക്കാവ്, പാലേമാട്, ശങ്കരംകുളം, കാപ്പുണ്ട വഴി എടക്കരയിലേക്കാണ് ഇതിന്റെ സർവീസ്. വെണ്ടേക്കുംപെട്ടിയിലെ ആളുകൾക്കൊക്കെ എടക്കരയിൽ പോയി സാധനം വാങ്ങിക്കാനും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തിരിച്ച് ഇത് തന്നെ കിട്ടുന്ന ക്രമത്തിലാണ് ഇതിന്റെ സർവീസ് രൂപീകരിച്ചിട്ടുള്ളത്. എടക്കരയില് ഒരുപാട് ഉൾഗ്രാമങ്ങളിലേക്ക് പെർമിറ്റ് ഉണ്ടാക്കിയ നമ്മുടെ ഉപ്പടയിലെ ബഷീറാക്കിയാണ് ഈ ബസിന്റെ പെർമിറ്റും ഇവിടെ വെണ്ടേക്കുംപെട്ടിക്കാർക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പാവപ്പെട്ട ആൾക്കാർക്ക്, കാരണം ഇവിടുന്ന് ഇപ്പോൾ ഒന്നും വേണ്ട, ഇവിടുന്ന് മരുത എടക്കര ഭാഗത്തേക്ക് പോകുന്ന കുട്ടികൾ, സ്കൂൾക്ക് പോകുന്ന പാലേമാട് വിവേകാനന്ദയിൽ പോകുന്ന കുട്ടികൾ, ഇവർക്കൊക്കെ ഈ വണ്ടി ഭയങ്കര അനുഗ്രഹമായിരിക്കും. കാരണം ഞാൻ എപ്പോഴും റൂട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ ഉള്ളേരിയയാണ്. വണ്ടികളില്ലാത്ത ഏരിയക്കാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരത്തിലാണ് ഈ വണ്ടി ഓടുന്നത്. അപ്പോൾ ജനങ്ങൾ നല്ലവണ്ണം ഈ വണ്ടിയിട്ട് സഹകരിക്കണം നമ്മൾ പറയുന്നത്. വഴിക്കടവ് പഞ്ചായത്തിലെ മരുത 4ാം വാർഡ് വെണ്ടേക്കുംപെട്ടി എന്ന ഈ മലയോരത്താൽ ചുറ്റപ്പെട്ട ഈ കൊച്ചു ഗ്രാമത്തിലെ കരുത്തനായ ഒരു വാർഡ് മെമ്പർ ശ്രീമതി ജലജാമണി ഇപ്പൊ നമ്മോടൊപ്പം ഉണ്ട്. ഈ പെർമിറ്റിനെ കുറിച്ചും ഈ ബസ് റൂട്ടിനെ കുറിച്ചൊക്കെ നമ്മോട് 2 വാക്ക്. നമ്മൾ ഈ വെണ്ടേക്കുംപെട്ടി വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷപ്രദമായ ഒരു ദിനമാണിന്ന്. നമ്മളെ ഈ നാട്ടിലേക്ക് ബസ് റൂട്ടില്ല. ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ബസ്സിനൊരു പെർമിഷൻ ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. വെണ്ടേക്കുംപെട്ടി ഭാഗത്തേക്ക് ഒരു ബസ് റൂട്ട് എന്നുള്ള ഒരു സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. അതിനുവേണ്ടി നിരവധി ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് ഈ ബസ് റൂട്ടിൻ്റെ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. മാമാങ്കരയിലെ ജലീലാക്ക, 16ാം വാർഡ് മെമ്പർ ബുഷറ, സറഫു, എനിക്ക് പേരറിയാത്ത ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. മലപ്പുറം പോയി ഇത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനൊരു ചെറിയ ബസ് റൂട്ട് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇതിലൂടെ നിർവഹിക്കുന്നത്. ഈ പരിപാടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഇവിടേക്ക് ഒരു ബസ് റൂട്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. ഇത് നേടിയെടുത്ത ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരെയും വളരെയധികം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. എല്ലാ ബസ്സിന്റെ ടൈമിംഗ് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നിരവധി തടസ്സങ്ങൾ അന്ന് ചേച്ചി പറഞ്ഞു. ഈ ബസ്സിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയ കാലം മുതൽ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കലുണ്ടെന്ന് ചേച്ചി പറഞ്ഞിരുന്നു, എന്താണിത് നേരിടുന്നത്? ഒരുപാട് തടസ്സങ്ങൾ ഇതിന്റെ ഉദ്ഘാടന കർമ്മമാണ്. ഈ പരിപാടിക്കും കടന്ന ഈ ബസ്സിന്റെ എല്ലാവിധ ആശംസകളും. സ്വപ്നമായിരുന്നത് ഞങ്ങളെ ഈ വെണ്ടേക്കുമ്പോഴത്തേക്ക് ഒരു വണ്ടി ബസ്, പിന്നെ അതുപോലെ ഞങ്ങളെ റോഡും, അതൊക്കെ ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു. അതിൽ റോഡും സഫലീകരിച്ചു, ബസ്സും സഫലീകരിച്ചു. മരുത വെണ്ടേക്കുംപെട്ടിയിലേക്ക് ഇറങ്ങിയ ബസ്സിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടത്. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ അവർക്കും ബൈ ബൈ.